നമസ്കാരം. എൻ്റെ പേര് ശ്രീനാഥ് ഗോപിനാഥ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് റിറ്റിയാണ്. റിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരുപാട് യാത്രകൾ ചെയ്ത ഒരു വ്യക്തിയാണ് റിറ്റി. ഇന്ന് റിറ്റി നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് റിറ്റിയുടെ ലക്ഷദ്വീപ് യാത്രാ അനുഭവങ്ങളാണ്. റിറ്റി നമസ്കാരം. ഹായ് ശ്രീനാഥ്. ഞാൻ ആക്ച്വലി ലക്ഷദ്വീപ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിയതാണ്. അവിടുത്തെ ആൾക്കാരും അതേപോലെ തന്നെ അവിടുത്തെ കൾച്ചറും അതേപോലെ തന്നെ അവിടുത്തെ ദ്വീപുകളുമാണ് എന്നെ വല്ലാണ്ട് ആകർഷിച്ചത്. റിറ്റി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എനിക്ക് തോന്നുന്നത് ലക്ഷദ്വീപിലാണ്. റിറ്റിയുടെ റീലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അസൂയ ഉണ്ടാവാറുണ്ട്. കാരണം ഭയങ്കര രസമായിരുന്നു ആ റീലുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. റിറ്റി ലക്ഷദ്വീപിലെ ട്രാവലേഴ്സിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഞാൻ കുറേ സ്ഥലത്ത് സോളോ ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ലക്ഷദ്വീപ് ആക്ച്വലി എനിക്ക് വളരെ എന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐലൻഡും അതേപോലെ സോളോ ട്രാവലേഴ്സിന് ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ദ്വീപുകളും അവിടെയുണ്ട്. പറയുമ്പോൾ വളരെ സേഫാണ്, സമാധാനമാണ്, പീസാണ്, കാമാണ്. റിറ്റി നമ്മൾ ലക്ഷദ്വീപിൽ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്കൂബ ഡൈവിങ്. ശരിക്കും അത് ശരിയാണോ? മറ്റ് സ്കൂബയിൽ നിന്ന് ലക്ഷദ്വീപിൽ എന്താണ് വ്യത്യാസം? അകത്തിലെ സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ലക്ഷദ്വീപിലെ സ്കൂബ എന്ന് പറയുന്നത് ആക്ച്വലി വാവ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി 50+ ഏജ് കാറ്റഗറി ഉള്ളവർക്കും വാവ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും അവിടെ ഈ പറഞ്ഞ മാതിരി 8 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ സ്കൂബ ചെയ്യാം. ഈ സ്കൂബ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അല്ലെ ഹെൽത്ത് ഇഷ്യൂ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കാനുണ്ടോ സ്കൂബ ചെയ്യുമ്പോൾ? സ്കൂബയ്ക്ക് മുന്നായിട്ട് അവിടെ ആക്ച്വലി അമ്മാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവർ തന്നെ ആക്ച്വലി ഒരു 20 to 30 മിനിറ്റ്സ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി സ്കൂബയ്ക്ക് അവർ കൊണ്ടുപോകുന്നതന്നെ ഉള്ളൂ. വെരി ഇത് പറഞ്ഞ ഗൈഡഡ് ആണ്. ഈ പറഞ്ഞ മാതിരി നമ്മൾ സേഫാണ്. ഈവൻ അണ്ടർ വാട്ടർ ആണെങ്കിലും വളരെ സേഫാണ്. ഇപ്പം ലക്ഷദ്വീപിൽ ആക്ച്വലി ഒരിക്കലും നമ്മൾ മുങ്ങി ചാവത്തില്ല, പൊങ്ങിയേ ചാവത്തുള്ളൂ. അതുകൊണ്ട് കാരണം ഉപ്പാംശം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും അവിടുത്തെ വാട്ടറിനെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആൻഡ് ഇറ്റ് ഈസ് വെരി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഇൻ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ട അവിടുത്തെ ഒരുപാട് ട്രഡീഷണൽ ഫുഡ്സ് ഉണ്ടാവുമല്ലോ. നമ്മൾ ടേസ്റ്റ് ചെയ്തിരിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ് ലക്ഷദ്വീപിൽ? നമ്മൾ ഉറപ്പായിട്ടും ടേസ്റ്റ് ചെയ്യേണ്ട ട്രഡീഷണൽ ഫുഡ്സ്. അവിടെ ആക്ച്വലി ഒരുപാട് ട്രഡീഷണൽ ഫുഡ്സ് ഒന്നും ഇല്ല. വളരെ ഈ പറഞ്ഞ മാതിരി അവരുടെ കൾച്ചർ തന്നെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് വളരെ ലോക്കലി കിട്ടുന്ന ബിരിയാണിയും അതേപോലെ തന്നെ അങ്ങനത്തെ ഫിഷ് ഡിഷസാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് തന്നെ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി മലയാളിയുടെ എരിവും പുളിയും കൂടുതലുള്ള ഡിഷസ് അവിടെ വളരെ കുറവാണ്. ലക്ഷദ്വീപിൽ നമ്മൾ ഉറപ്പായിട്ടും കാണേണ്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ദ്വീപുകൾ എന്തൊക്കെയാണ്? നമ്മൾ ലക്ഷദ്വീപിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ 2 രീതിയിലാണ് ട്രാവൽ വരുന്നത്. ഒന്ന് ഫ്ലൈറ്റും അതേപോലെ തന്നെ ഒന്ന് ഷിപ്പും. കോമൺലി ആയിട്ട് ഫ്ലൈറ്റാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആക്ച്വലി നമ്മൾ ലാൻഡ് ചെയ്യുന്നത് അഗത്തിയിലായിരിക്കും. അഗത്തിന്ന് ഏറ്റവും നിയറസ്റ്റ് കാണേണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് വൺ ഈസ് കൽപ്പറ്റി ഐലൻഡ്. അവിടെ പോപ്പുലേഷൻ ഇല്ല, മിനി ഫോറസ്റ്റ് ആൻഡ് ചുറ്റും കടലാണ്. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ഐലൻഡ്. 1 ഹോൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. അതേപോലെ തന്നെ തിന്നക്കര ഐലൻഡ്, പിന്നെ ബംഗാരം ഐലൻഡ് ആൻഡ് ദർ ഇസ് ഓൾസോ സാൻഡ് ബാങ്ക്. നിങ്ങൾ നോർമലി ഒരു 4 ഡേയ്സോ 5 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഐലൻഡ് നിങ്ങൾ കവർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സിനിമയിലൊക്കെ ലക്ഷദ്വീപ് ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ട് അല്ലേ? അപ്പം എല്ലാവർക്കും അതൊക്കെ കണ്ടിട്ട് ലക്ഷദ്വീപിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ലക്ഷദ്വീപിൽ ശരിക്കും പോകാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? അതെല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര ഡൗട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് അവിടെ എത്തുക? ശരിക്കും ആ ഒരു പ്രൊസീജിയേഴ്സ് ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറൊന്നും അല്ല, നോർമൽ പ്രൊസീജിയേഴ്സൊക്കെ തന്നെയാണ്. ഈ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും നമുക്ക് വേണം ലക്ഷദ്വീപിലേക്ക് കടക്കണമെങ്കിൽ. എന്ന് വെച്ചാൽ പെർമിറ്റ് വേണം. ഇറ്റ് ഈസ് അണ്ടർ സെൻട്രൽ ഗവൺമെൻറ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും പെർമിറ്റ് എടുക്കണം. PCC കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ whenever you all want to travel you all can take the flight ticket and just travel to Lakshadweep. ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു സ്ഥലത്ത് എത്താമെന്നാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ ലക്ഷദ്വീപിൽ എത്താൻ വേണ്ടിയിട്ട് റിറ്റിക്കുള്ള സജഷൻ എന്തൊക്കെയാണ്? റിറ്റി ആരുടെ പാർട്ടായിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്? മീൻസ് അതൊന്ന് പറയാൻ പറ്റുമോ? എനിക്കൊന്ന് കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആക്ച്വലി ഒരുപാട് ഏജൻസീസ് കൊച്ചിയിലും കണ്ണൂരും കോഴിക്കോടുമായിട്ടുണ്ട്. പക്ഷെ വളരെ ചീപ്പായിട്ടും ഈ ചെറിയ പാക്കേജ് തൊട്ട് അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെയിൻഡിയർ ഹോളിഡേയ്സിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഏത് മാസമാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അവർ ആക്ച്വലി ഈ പെർമിറ്റ് ആണെങ്കിലും PCC ആണെങ്കിലും അവർ ചെയ്തു തരും. ഒരു ഡിഫിക്കൽട്ടീസും ഇല്ലാണ്ട് എല്ലാം അവർ ചെയ്ത് നിങ്ങൾ അവരെ എത്തിച്ചു തരും. തിരിച്ച് റിട്ടേൺ ഇവിടെ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ അവർ നോക്കും. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എപ്പോഴാണ് റിറ്റി അവിടെ പോകാൻ പറ്റിയ സമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലക്ഷദ്വീപിൽ? ലക്ഷദ്വീപിൽ ആക്ച്വലി ഓഗസ്റ്റ് തൊട്ട് ഏപ്രിൽ വരെയാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്.
നമ്മുടെ നാട്ടിൽ പോലെ തന്നെ അവിടെയും മഴയുണ്ട്. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്നത് മഴയുടെ ഒരു ടൈം ആയതുകൊണ്ട് നമ്മളെ മലയാളികൾക്കാണെങ്കിലും അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല മഴ കാരണം. സോ ബെസ്റ്റ് ടൈം ഈസ് ഫ്രം ഓഗസ്റ്റ്. ഓക്കെ. റിറ്റി, ലക്ഷദ്വീപും മാൽഡീവ്സും ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഏതാണ് നല്ലത് റിറ്റിയുടെ അഭിപ്രായത്തിൽ? ലക്ഷദ്വീപാണോ മാൽഡീവ്സ് ആണോ? ഏതാണ് ഏറ്റവും നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? മാൽഡീവ്സ് ആക്ച്വലി കുറച്ച് കോസ്റ്റ്ലി ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒബ്വിയസ്ലി ലക്ഷദ്വീപ് ആയിരിക്കും. കാരണം 10,000 തൊട്ട് പാക്കേജസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്കൂബ ഡൈവിങ് 2,500 തൊട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലക്ഷദ്വീപ് ഈ പറഞ്ഞ മാതിരി ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് റെയിൻഡിയർ ഹോളിഡേയ്സ്.